അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബാംഗ്ലൂരിലെ ഫ്ലാറ്റിൽ അതാ അജ്മലിനും മുഹ്സിനക്കും വേണ്ടി അവർ റൂമൊരുക്കി. അതെ, അജ്മലിൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് ആദ്യമായി വരികയല്ലേ എന്ന് കരുതിയിട്ട് എല്ലാ കുടുംബങ്ങളും അവരെ വരവേൽക്കുന്നു നല്ല സന്തോഷത്തോടു കൂടി. പക്ഷേ അജ്മലിൻ്റെ മനസ്സിലും മുഹ്സിനയുടെ മനസ്സിലും ഭയമായിരുന്നു. പഠിച്ചോനെ, എങ്ങനെ സത്യം പുറത്തു പറയും? അവർക്കാകെ ഭയം. പക്ഷേ പുറത്ത് പറഞ്ഞാലോ അത് വലിയൊരു മോശവുമായിരിക്കും. എന്നാലും ഒരു പെൺകുട്ടിയെയും കൊണ്ട് ഇവര് എന്തിങ്ങനെ നടക്കുന്നത് എന്നുള്ള ചിന്താഗതിയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവർ അതെല്ലാം മറച്ചു വെച്ചു. എന്നാൽ ഈ സമയം അജ്മലും മുഹ്സിനയും തെറ്റായ രീതിയിൽ എന്തെങ്കിലും ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്തില്ല. അത് അവർ അജ്മൽ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ അത് അപ്പുറത്ത് ഒരു ബെഡ്ഷീറ്റ് വിരിച്ച് അവിടെ കിടക്കുകയായിരുന്നു. മുഹ്സിനയോട് കട്ടിലിൽ കിടക്കുവാനും ആവശ്യപ്പെട്ടു. അവൾ വേണ്ടെന്നൊരുപാട് നിർബന്ധിച്ചു. പക്ഷേ തൽക്കാലം ഇങ്ങനെയൊന്ന് അഭിനയിച്ച് മതിയാവൂ. അജ്മൽ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ട് താഴെ ബെഡ്ഷീറ്റിൽ കുറച്ചപ്പുറത്തായി കിടക്കുകയാണ്. മുഹ്സിനയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ ആ ഒരു റൂമിൻ്റെ മറ്റൊരു ചുമരിൻ്റെ ഒരു അരുഭാഗത്തായിട്ട്, ഒരിക്കലും ഡയറക്റ്റായിട്ട് കാണുന്ന രീതിയിലല്ലായിരുന്നു. അത്രക്കും നല്ലൊരു റൂമായിരുന്നു അത്. ഡ്രസ്സിൻ്റെ ഏരിയയിൽ ആ ഒരു ഭാഗത്ത് ഒരു ഒഴിഞ്ഞ സെക്ഷനുണ്ട്. അവിടെയായിരുന്നു അജ്മൽ കിടന്നത്. എന്നാൽ ആ വീട്ടുകാർക്കൊക്കെ വളരെയധികം സന്തോഷ ദിവസമായിരുന്നു അന്ന്. എന്തൊക്കെ തന്നെയായാലും അവരുടെ നിക്കാഹിന് നമുക്ക് കൂടാൻ പറ്റിയില്ല. അവരുടെ സൽക്കാരം എന്തായാലും ഇവിടെ ആയത് നന്നായി എന്നുള്ള രീതിയിലായിരുന്നു എളാമയും മക്കളും എല്ലാവരും. അജ്മലിൻ്റെ ഉമ്മയുടെ മനസ്സിലും ആകപ്പാടെ ഒരു പേടിയുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, പഠിച്ചോനെ, എന്തൊക്കെ തന്നെയാലും കളവ് പറഞ്ഞിട്ടാണല്ലോ അവളെ അങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഈ സമയം എന്നാൽ ബുഷ്രയുടെ മനസ്സിൽ നല്ല സന്തോഷമായിരുന്നു. ഇക്കാക്കിയുടെയും ഇത്താത്തിയുടെയും ആദ്യരാത്രി പോലെയാണ് ഇപ്പോൾ അവർ അവിടെ കിടക്കുന്നത്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളോടൊക്കെ പറയണം എൻ്റെ ആങ്ങളയുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത്. എന്നാൽ ആ സമയം അജ്മൽ അതാ സുബഹിന് മുമ്പ് തന്നെ ഉണർന്നു. പെട്ടെന്ന് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് അതാ ബാങ്ക് കേൾക്കുന്നു. നേരെ പള്ളിയിൽ പോയി. ഉമ്മാക്ക് ആകെ ആശങ്കയായിരുന്നു. എവിടെ അജ്മൽ എണീറ്റില്ലേ എന്നുള്ള രീതിയിൽ. അജ്മൽ കിടന്ന റൂമിൻ്റെ വാതിലിനടുത്തേക്ക് ഉമ്മ ചെന്നു. എവിടെയാണ് പഠിച്ചോനെ, ഇവനെന്ത് എണീക്കാത്ത? സുബഹി നിസ്കരിക്കാനൊന്നും അറിയില്ല. അറിയാതെ എങ്ങാനും ഉറങ്ങിപ്പോയോ? ഉമ്മ പതുക്കി വാതിൽ തുറക്കുവാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഇത് ചാരി വെച്ചിട്ടുള്ളല്ലോ. അപ്പം എന്ത് വാതിൽ കുറ്റിയിട്ടിട്ടില്ലേ? ഉമ്മ പതുക്കെ ഒന്ന് വാതിലിൽ മുട്ടട്ടെ എന്ന് കരുതി. അല്ലെങ്കിൽ വേണ്ട, ഇനിയിപ്പോൾ ആ കുട്ടിക്ക് കുറച്ച് സുഖമില്ലാത്ത കുട്ടിയല്ലേ, ആ കുട്ടി നല്ല സമാധാനത്തിൽ അവിടെ കിടന്നോട്ടെ എന്ന് കരുതിയിട്ട് ഉമ്മ തിരിച്ച് പോരുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഉമ്മ പിന്നിൽ നിന്ന് ഒരു വിളി. ഒരു നിമിഷം ഉമ്മ ഞെട്ടിത്തെറിച്ചു. മോനെ, അപ്പം നീ? ഉമ്മ, ഞാൻ കുറച്ച് സമയമായി പുറത്ത് പോയിട്ട്. അപ്പം മോൻ ഉറങ്ങിയില്ലേ? ഒന്ന് കണ്ണു ചുമ്പിയിരുന്നു. അല്ല, ആ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ആ കുട്ടിയുടെ സേഫ്റ്റിയാണ്. ഞാനുമ്മ കുറച്ച് അപ്പുറത്തായിരുന്നു കിടന്നിരുന്നത്. പിന്നെ ഇവിടുത്തുകാരെയൊക്കെ ബോധിപ്പിക്കണ്ടേ, അതിനു വേണ്ടിയിട്ട്. മോനെ, ആ ഉമ്മയുടെ മുഖത്ത് നോക്കി അജ്മൽ ദയനീയമായി പറഞ്ഞു. അതെ ഉമ്മ, ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കുകയില്ല ഒരിക്കലും. അവൾ സുരക്ഷിതമായ കൈകളല്ല എൻ്റേത് എന്ന് അവൾക്ക് തോന്നാതിരിക്കരുത്. എല്ലായ്പ്പോഴും അവൾ സുരക്ഷിതയാണ് എന്നവൾക്ക് തോന്നണം. ഉമ്മ കയറി ചെന്നോളൂ, കുഴപ്പമില്ല, ഞാൻ പുറത്തു നിന്നോളാം. വേണ്ട മോനെ, മോൻ ചെല്ലേ. അല്ലമ്മ, ഇനിയിപ്പോൾ ടൈം കഴിഞ്ഞു. ഇവിടുത്തെ ആളുകൾക്ക് ജസ്റ്റ് ഒരു ബോധിപ്പിക്കൽ മാത്രമല്ലേ, അത് ബോധിപ്പിച്ചില്ലേ? എല്ലാവരും കൂടെ രണ്ടുപേരെയും മണിയർക്കകത്തേക്ക് ആക്കിയൊക്കെ തന്നല്ലോ, കഴിഞ്ഞല്ലോ, ഇനി പ്രശ്നമില്ലല്ലോ. മോനെ, അതെ, ഇവരൊക്കെ അങ്ങനെ തെറ്റിദ്ധരിച്ചതല്ലേ, ഇനി അങ്ങനെ തന്നെ അങ്ങ് നിന്നോട്ടെ. ഇനിയിപ്പോൾ ഒന്നും പറയണ്ട, അതിലൊന്നും ഒരു മാറ്റം വരുത്തും വേണ്ട, അങ്ങനെ തന്നെ പോകുവോളം. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം മോനെ. ഉമ്മ, എനിക്ക് ഉമ്മ എന്നാൽ ഞാൻ പോയാലോ? എന്താ മോനെ നീ പറയുന്നത്? ഞങ്ങൾ ഒറ്റക്കിട്ടിട്ട് അല്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അല്ലാതെ മോനെ, ഞാനും ബുഷിയും കൂടിയും വേണമെങ്കിൽ ഒറ്റയ്ക്ക് വരും. പക്ഷെ മുഹ്സി ഉണ്ടാവുമ്പോൾ എൻ്റെ മോനില്ല, ഞാൻ ശരിയാവില്ലടാ. എന്തെങ്കിലുമൊക്കെ വഴി വെച്ച് സംഭവിച്ചാലേ. അന്ന് മുഹ്സിനയ്ക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഉമ്മ പോയി നോക്കി. മോളെ മുഹ്സി, എന്തു പറ്റി മോളെ? മോൾക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ, മോൾ എണീക്ക്. ഉമ്മ സ്നേഹത്തോടെ അവളെ വിളിച്ചു. അവൾക്ക് എന്തെന്നറിയില്ല, വല്ലാത്തൊരു ക്ഷീണം. മോൾക്ക് ഇന്നലത്തെ യാത്രയുടെയൊക്കെ ആയിരിക്കില്ലേ?
അറിയില്ല ഉമ്മ, എനിക്ക് നിസ്കരിക്കുവാൻ വരെ എഴുന്നേൽക്കാൻ കഴിയായിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ. അത് സാരമില്ല, നമുക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിന്നാൽ പോരെ, അല്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാമല്ലോ. ഉമ്മ, ഞാൻ അങ്ങനെയൊക്കെയാണ്, എനിക്കെന്തെന്നറിയില്ല, വല്ലാത്തൊരു. മോളെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചാലോ? അതൊന്നും വേണ്ട. മുഹ്സിനെ ആകെ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് അജ്മലിനോട് ഉമ്മ പറഞ്ഞു. ഉമ്മ, നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറ. അത് വേണ്ടെന്നാണ് അവൾ പറയുന്നത്. എന്നാൽ പിന്നെ ക്ഷീണത്തിന് എന്തെങ്കിലും കൊടുക്കുക. അപ്പോഴേക്കും അതാ നല്ല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട്. അവരെല്ലാവരും ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അവിടെ അവർ എല്ലാവരും സെറ്റിൽഡ് ആയതുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രത്യേകമായി റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ അതിൽ ഏറ്റവും നല്ല റൂമായിരുന്നു മുഹ്സിനക്കും അജ്മലിനും കൊടുത്തിരുന്നത്. നേരം വെളുത്തതിന് ശേഷം മണവാളിനെയും മണവാട്ടിയെയും കാണുവാൻ വേണ്ടി അവരുടെ ഫാമിലികൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ഭക്ഷണം കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി അവരെ ക്ഷണിച്ചു. പക്ഷേ മുഹ്സിനക്ക് ശരിക്ക് എഴുന്നേറ്റ് നടക്കുവാൻ പോലും കഴിയുന്നില്ല. അജ്മൽ പറഞ്ഞു, മുഹ്സിക്ക് ക്ഷീണാണ്, അവള് അവിടെ ഒന്നും കൂടെ കിടന്നിട്ടുണ്ട്. അവരെല്ലാവരും അജ്മലിനെ കളിയാക്കി. എന്താ അജ്മലെ ഇങ്ങനെയൊക്കെ? അത് അജ്മൽ പറഞ്ഞു, അവൾക്ക് എന്തോ ഒരു ക്ഷീണമുണ്ട്, ഒന്ന് ജസ്റ്റ് ഹോസ്പിറ്റലിൽ കാണിച്ച് ഗ്ലൂക്കോസ് ആയിട്ടൊരു പക്ഷേ റെഡിയാവുമായിരിക്കും, തലേ ദിവസത്തെ യാത്രയും കാര്യങ്ങളും എല്ലാം കൂടി ആയിട്ടേ. എന്നിട്ടും അവരെല്ലാവരും കൂടി അജ്മലിനെ കളിയാക്കി. എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുവാൻ ഇരിക്കുന്നു. എല്ലാവരും മുഹ്സിനെയും അജ്മലിനെയും കാത്തിരിക്കുന്നു. ഉമ്മ നേരെ മുഹ്സിയുടെ അടുക്കലെത്തി പറഞ്ഞു, മോള് വന്നിട്ട് ആ ഒരു സഭയിലെങ്കിലും ഒന്ന് ഇരുന്ന് എണീക്കട്ടോ, അല്ലെങ്കിൽ എന്താണെന്നോ അവരൊക്കെ ഇനി ആകെ ആശങ്കയാവും. മോൾ എണീക്ക്. ഉമ്മ, എനിക്കിപ്പോൾ വേണ്ടെങ്കിലും മോളെ ഒന്നിരിക്കണം കേട്ടോ. അങ്ങനെ അതാ ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് മുഹ്സിനെ അങ്ങോട്ട് വരുന്നു. മുഹ്സി, എന്തു പറ്റി? നല്ല ക്ഷീണത്തിലാണല്ലോ, എല്ലാവരും അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഉമ്മ പറഞ്ഞു, അതെ, ഓൾ ഇത്ര ലോങ്ങൊന്നും യാത്ര ചെയ്യലൊന്നുമില്ലേ, പിന്നെയെന്ന് വെച്ചാൽ ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ പിന്നെ അപ്പോൾ എന്നാ നിക്കാഹ് കഴിഞ്ഞത്? ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിക്കാഹ് കഴിഞ്ഞിട്ടൊക്കെ കുറച്ച് ദിവസമായില്ലേ, കല്യാണം ഇപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും കൂടി വിളിച്ചു കാണണ്ട് ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചാണ്. ഉമ്മ വെറുതെ ഒന്ന് തട്ടിവിട്ടു. പിന്നെ മൂത്തമ്മ അവൾക്ക് പൂതിയുള്ളൊക്കെ കൊടുക്കിട്ടോ. എല്ലാവരും ഉമ്മയെ അത് പറഞ്ഞു കളിയാക്കിക്കൊണ്ടിരുന്നു. അതൊക്കെ ഞാൻ കൊടുത്തോണ്ട് ഓൾക്ക് എന്താ വേണ്ട വെച്ചാൽ. മുഹ്സിന അവരുടെ ഇടയിൽ നാണിച്ചിരിക്കുകയാണ്. അവൾക്ക് ശരിക്ക് വയ്യ എന്ന് തന്നെ പറയാം. എങ്കിലും അവരുടെ ഇടയിൽ അവൾ ക്ഷീണം വല്ലാതെ അങ്ങ് കാണിച്ചില്ല. എല്ലാവരോടുമായി ചിരിച്ച് സംസാരിച്ചു. ക്ഷീണം മുഖത്ത് നന്നായി കാണുന്നുണ്ട്, എങ്കിലും അവളത് പരമാവധി മറച്ചു വെക്കുവാൻ വേണ്ടി നോക്കുന്നു. അജ്മലെ, എങ്ങോട്ടാണ് അടുത്ത ട്രിപ്പ് പെണ്ണിനെയും കൊണ്ട്? എളാമയുടെ മോളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അജ്മൽ ഒരു നിമിഷം ഞെട്ടിപ്പോയി. പഠിച്ചോനെ, ഇവരൊക്കെ എന്തൊക്കെയോ ധരിപ്പിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പഠിച്ചോനെ, നീ കാക്ക്. ഓരോ സമയത്ത് താൽക്കാലികമായ രക്ഷപ്പെടലിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പഠിച്ചോനെ, പാവം മുഹ്സിന. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൾക്ക് കഴിക്കുവാനേ കഴിയുന്നില്ല. മതി, കുറച്ച് കഴിച്ചിട്ട് അവൾ എഴുന്നേൽക്കുന്നു. എന്താ മുഹ്സി, നീ വല്ലാതെ മെലിഞ്ഞു പോട്ടോ. പിന്നെ അജ്മലിൻ്റെ കൂടെ നടക്കുവാനൊന്നും നിനക്ക് പറ്റില്ല. ഇപ്പോൾ തന്നെ നല്ല ഉഷാറായി ഭക്ഷണം കഴിക്ക്, എല്ലാവരും അവളോടായി പറഞ്ഞു. എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. ഉമ്മാക്ക് ആകെ ടെൻഷൻ. മുഹ്സിക്ക് തീരെ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെ ഉമ്മ നേരെ അനിയത്തിയോട് പറഞ്ഞു, അതെ, മോള് ഒന്നും തിന്നിട്ടില്ല, കുറച്ച് പൊടിയേരി ഉണ്ടെങ്കിൽ അതൊന്ന് വെക്കായിരുന്നു, എന്നാൽ പിന്നെ ക്ഷീണമെങ്കിലും ഒന്ന് മാറിക്കോളും. അതുണ്ടല്ലോ. അവർ പെട്ടെന്ന് തന്നെ അതാ അടുപ്പത്തിട്ടു. ഇത് താത്ത കുറച്ച് ലൂസാക്കിയാണ് കൊടുത്താലേ ക്ഷീണമൊക്കെ മാറും. പിന്നെ ഇവിടുത്തെ ബാംഗ്ലൂരത്തെ വെറൈറ്റി ഭക്ഷണമല്ലേ, പിന്നെ അവൾക്കത് അത്ര പിടിച്ചിട്ടുണ്ടാവില്ല. താത്ത നിങ്ങൾ ഒരാഴ്ച ഓലായിട്ട് ഇവിടെ നിൽക്കുക, അപ്പം ഉണ്ട് റെഡി ആവും. ഓക്കെ, ഓൽക്കാണെങ്കിൽ ഇവിടെ ഹണിമൂണിന് എടുക്കും പോവുകയും ചെയ്യാം, പല സ്ഥലങ്ങളും ഇവിടെ കാണാണ്ടല്ലോ. അതിൽ ഉമ്മയുടെ അനിയത്തിയുടെ മോൾ പറഞ്ഞു, ലാൽബാഗ് ബോട്ടാണിക്കൽ ഗാർഡന്, ബന്നറുഘട്ട ബയോളജിക്കൽ പാർക്ക്, UB സിറ്റി, അതേപോലെ കബ്ബൺ പാർക്ക്, അങ്ങനെ പല സ്ഥലങ്ങളും ഇവിടെ കാണാണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു പോയാൽ മതി കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി അവരെ അവിടെ വീണ്ടും നിർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഏതായാലും വിവാഹം കഴിഞ്ഞവരല്ലേ, കുറച്ച് ഇവിടെ ടൂറൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്നാണ് അവർ പറയുന്നത്. എന്തൊക്കെ തന്നെയായാലും എല്ലാവർക്കും സന്തോഷമാണ്. അജ്മലും ഫാമിലിയും ബാംഗ്ലൂരിൽ എത്തിയത് കൊണ്ട് തന്നെ.
എന്നാൽ അജ്മലിന് പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നായിരുന്നു ചിന്ത. പക്ഷേ മൂത്തമ്മയും എളാമയും ആരും ഒന്നും സമ്മതിക്കുന്നില്ല അവരെ പോകുവാൻ വേണ്ടിയിട്ട്. ഒരു 4 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് പോവാം മക്കളെ, ഏതായാലും നിങ്ങൾ വന്നില്ല, ഇനിയിപ്പോൾ ഏത് കാലം വരുമെന്ന് കരുതിയിട്ടാ. എല്ലാവരും അതാണ് അവരോട് പറയുന്നത്. അജ്മൽ പറഞ്ഞു, ഹേയ് അത് പറ്റില്ല, എനിക്ക് ക്ലാസ് കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട്. അല്ല മോനെ, മോൻ്റെ ട്യൂഷൻ സെൻറ്ററും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അതങ്ങനെ ഒരു വഴിക്കങ്ങൾ പോകുന്നു. അജ്മൽ വെറുതെ അങ്ങ് പറഞ്ഞു വിട്ടു. ട്യൂഷൻ സെൻറ്ററും കാര്യങ്ങളും ഇല്ലാതായതും പൊളിഞ്ഞതും ഒന്നും അജ്മൽ ആരോടും പറഞ്ഞില്ല. അല്ലെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ട് എന്തിനാ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അതേ പറയാനുള്ളൂ. നമുക്ക് ചില സമയത്ത് പടച്ചറബ് നൽകും, ചില സമയത്ത് അങ്ങോട്ട് കൊണ്ടുപോകും. എന്തൊക്കെ തന്നെയാലും നമ്മൾ അൽഹംദുലില്ലാ എന്ന് തന്നെയാണ് പറയേണ്ടത്. അങ്ങനെ വിചാരിച്ചാൽ മതി, അതിനപ്പുറത്തേക്കായിട്ട് വേറൊന്നും. എന്തൊക്കെ തന്നെയാലും ബാംഗ്ലൂരിൽ വളരെയധികം സന്തോഷകരമായ ജീവിതം. മുഹ്സിനയുടെ മനസ്സിലും ചെറിയൊരു ഭയമുണ്ട്, അതുപോലെ തന്നെ അജ്മൽ സാറിൻ്റെ മനസ്സിലുമുണ്ട്. പഠിച്ചോനെ അല്ലാ, നാട്ടിൽ വേഗം ഒന്ന് എത്തിക്കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അപ്പോഴും മുഹ്സിന തൻ്റെ പ്രിയപ്പെട്ട സിനാനെ ഓർത്തു. സിനു, നീ അറിയുന്നുണ്ടോ ഞാൻ എവിടെയാണെന്ന്? ഒരിക്കലും അറിയുന്നില്ല അല്ലേ? ഇവിടെ ഞാൻ ഇപ്പോഴും സുരക്ഷിതമാണ്. സിനുവിൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ എപ്പോഴും സിനുവിനെ ഓർത്തുകൊണ്ടേയിരിക്കും. ഒരിക്കലും സിനുവിനെ ഞാൻ വഞ്ചിക്കില്ല. മുഹ്സിന പുറത്തേക്ക് നോക്കിക്കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട സിനാനെ ഓർത്തുകൊണ്ടിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.